കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുന്ന 4 ടെക്നിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്പർ 1, സ്റ്റോപ്പ് ആസ്കിങ് പെർമിഷൻ. സാധാരണ ഇതിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലരിടത്തും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് ചെയ്തോട്ടെ, ഞാനത് ചെയ്തോട്ടെ. ആദ്യം നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോൾ പേരൻസിനോട് ആയിരിക്കും, പിന്നെ ഫ്രണ്ട്സിനോട് ചോദിക്കും. ഇത് പിന്നെ അങ്ങ് ശീലമാകും. ശീലമായിട്ട് പിന്നെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും വിവാഹത്തിന് ശേഷം ചിലപ്പോൾ ഭർത്താവിനടുത്ത് 10 പ്രാവശ്യം ചോദിച്ചിട്ട് എസ് പറയുന്നത് വരെ നമ്മൾ പുറകെ നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കഴിവിൻ്റെ പരിമിതിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുക, പ്രവർത്തിക്കുക. അതാണ് നമ്പർ 1. എല്ലാത്തിനും പെർമിഷൻ സീക്കേണ്ട കാര്യമില്ല. നമ്പർ 2, സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാനത് ചെയ്താൽ അവർക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുമോ, ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരെന്നെ വെറുത്തു പോകുമോ, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള സ്നേഹത്തിന്റെ അളവ് കുറയുമോ, ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടാകും. വാലിഡേഷൻ സീക്കിംഗ്, പ്ലീസ് ചെയ്യുക, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിക്കും. എത്ര നമ്മൾ സാക്രിഫൈസ് ചെയ്താലും എത്ര കഷ്ടപ്പെട്ടാലും സാരമില്ല, എൻ്റെ കൂടെയുള്ള ആൾ സന്തോഷിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ സന്തോഷിച്ചാൽ മതി. എത്രത്തോളം കൂടുതൽ വാലിഡേഷൻ നിങ്ങൾ സീക്ക് ചെയ്യുന്നുണ്ടോ അത്രയ്ക്ക് താഴെയായിരിക്കും നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും. ഇത് മറ്റുള്ളവർ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അഡ്വാൻറ്റേജ് എടുക്കാനും കാരണമാവും. അപ്പോൾ രണ്ടാമത് സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ. മൂന്നാമത്തത് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതർ പേഴ്സൺസ്. മറ്റൊരാളുടെ ചിലപ്പം നമ്മൾ കമ്പാരിസൺ ചെയ്യുന്ന ഒരാൾ നമ്മളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും, അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് നോളജ് ഉള്ള ആളായിരിക്കും, സ്കിൽഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അതായത് വേറൊരാളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുമായിട്ട്, ഒരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്തെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കഴിവിനെ വേറൊരാളുടെ കഴിവുമായിട്ടോ, നിങ്ങളുടെ ഒരു ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിനെ വേറൊരാളുടെ അപ്പിയറൻസുമായിട്ടോ, പേഴ്സണാലിറ്റിയെ വേറൊരാളുടെ പേഴ്സണാലിറ്റിയായിട്ടോ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ യുണീക്ക്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യുക. കമ്പാരിസൺ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. എസ്പെഷ്യലി നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിലാണ് പോകുന്നതെങ്കിൽ നമ്മളെക്കാൾ പഠിച്ചവരവിടെയുണ്ട്, നമ്മളെക്കാൾ എഫിഷ്യൻസി ഉള്ളവരുണ്ട്, നമ്മളെക്കാൾ കോമ്പറ്റൻ്റ് ആയിട്ടുള്ളവരുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് താഴേക്ക് പോകും. നമ്പർ 4, എംബ്രേസ് യുവർ യുണീക്ക്നെസ്. നമുക്ക് നമ്മുടേതായ ചില യുണീക്ക്നെസ് ഉണ്ട്. നമ്മുടെ ക്വാളിറ്റീസ് ഉണ്ടാവും, നമ്മളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാവും, നമ്മളുടെ നോളജ് ലെവൽ ഉണ്ടാകും, നമ്മളുടെ സ്കില്ലുകൾ ഉണ്ടാകും, നമ്മുടെ തോട്ട് പ്രോസസ്സ് ഉണ്ടാകും. ഇതൊന്നും ഒരിക്കലും ലോകത്ത് ആരുടെയും പോലെയല്ല. അത് നമുക്ക് മാത്രമുള്ള യുണീക്ക്നെസ് ആണ്. നമ്മുടെ കപ്പാസിറ്റി ഉണ്ടാവും, നമ്മുടെ മൈൻഡ്, ബോഡി, സോൾ, ഇത് മൂന്നും പ്രഷ്യസ് ആണ്. അതിൻ്റെ പ്രഷ്യസ്നെസ് അനുഭവിക്കുകയും അതിനെ വാല്യൂ ചെയ്യുകയും മറ്റുള്ളൊരു വ്യക്തിയുമായിട്ട് നമ്മളുടെ വാല്യൂവിനെ താരതമ്യം ചെയ്യാതെ നമ്മൾക്കുള്ളതിനെ നമ്മൾ മെഷർ ചെയ്യുക, അതിനെ എംബ്രേസ് ചെയ്യുക, അതിനെ ഇഷ്ടപ്പെടുക, അതിനെ വാല്യൂ ചെയ്യണമെങ്കിൽ, അതിനെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക ഒക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വരും. വളരെ പവർഫുൾ ആയിട്ടുള്ള 4 ടെക്നിക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് നോക്കുക. റിസൾട്ട് 100% ലഭിക്കും. താങ്ക് യു സോ മച്ച്.